ഉമേഷ് ഉണ്ട്. ഉമേഷ്, കോടതി ഇന്ന് പരാമർശിച്ചു, കോടതിയിലാണ് ഉമേഷ് ഉണ്ടായിരുന്നത്. ഇന്ന് കോടതി ഏതെങ്കിലും വിധത്തിലുള്ള പരാമർശങ്ങൾ, വാക്കാലുള്ള പരാമർശങ്ങൾ ഈ കേസ് പരിഗണിക്കുന്ന സമയത്ത് ഉണ്ടായിട്ടുണ്ടോ? പ്രോസിക്യൂഷന്റെയും ബോബി ചെമ്മണ്ണൂരിന്റെയും വാദങ്ങൾ ഏതൊക്കെ നിലയ്ക്ക് കോടതി പരിഗണിച്ചിട്ടുണ്ട്? അന്ന് ഈ കോടതിയിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ റിമാൻഡ് റിപ്പോർട്ടിൽ പറയുന്ന പ്രധാനപ്പെട്ട കാര്യമാണ്. ഒരു കാരണവശാലും ബോബി ചെമ്മണ്ണൂരിന് ജാമ്യം നൽകരുത് എന്ന കടുത്ത നിലപാട് സ്വീകരിച്ചു എന്നുള്ളതാണ് പ്രോസിക്യൂഷൻ. ബോബി വിദേശത്തേക്ക് ഒളിവിൽ പോകാൻ സാധ്യതയുണ്ട്. വിദേശത്തും മറ്റും ബിസിനസ് നടത്തുന്നയാളാണ്. ജാമ്യം നൽകിയാൽ സാക്ഷികളെ സ്വാധീനിക്കും, സാക്ഷികളെ ഭീഷണിപ്പെടുത്തുന്നതിനും തെളിവ് നശിപ്പിക്കുന്നതിനും ഒക്കെ സാധ്യതയുണ്ട്. അതുകൊണ്ട് പരാതിക്കാരിയുടെ സുരക്ഷയെ കരുതി ജാമ്യം അനുവദിക്കരുത്, പരാതിക്കാരി അപായപ്പെടുത്താൻ സാധ്യതയുണ്ട്, പ്രതിയുടെ പാസ്പോർട്ട് അടക്കം കസ്റ്റഡിയിൽ എടുക്കണം എന്നൊക്കെ ചൂണ്ടിക്കാട്ടിയാണ് റിമാൻഡ് റിപ്പോർട്ട് സമർപ്പിച്ചത്. ഒപ്പം ഇക്കാര്യങ്ങൾ ശക്തമായി കോടതിയിൽ ഉന്നയിക്കുകയും ചെയ്തു. ഈ പശ്ചാത്തലത്തിൽ ഈ വാദം കൂടി കണക്കിലെടുത്താണ് കോടതി ബോബി ചെമ്മണ്ണൂരിന്റെ ജാമ്യാപേക്ഷ ഇപ്പോൾ തള്ളിയത്, ബോബിയെ റിമാൻഡ് ചെയ്തിരിക്കുന്നത്. ബോബി ചെമ്മണ്ണൂരിന് നിലവിൽ എറണാകുളം ജനറൽ ആശുപത്രിയിലേക്കാണ് കൊണ്ടുപോയിരിക്കുന്നത്. ഈ വിധി കേട്ട ഉടൻ തന്നെ ബോബി ചെമ്മണ്ണൂരിന് ദേഹാസ്വാസ്ഥ്യമുണ്ടായി, തലകറക്കമുണ്ടായി. അല്പനേരം കോടതി മുറിയിൽ തന്നെ വിശ്രമിച്ചു. അതിനുശേഷം പരിശോധനയ്ക്കായി ഇപ്പോൾ ജനറൽ ആശുപത്രിയിലേക്ക് കൊണ്ടുപോയിരിക്കുകയാണ്. അവിടെ ഡോക്ടറുടെ നിർദ്ദേശപ്രകാരമായിരിക്കും തുടർ നടപടികൾ. ബോബി ചെമ്മണ്ണൂരിന് കാര്യമായ ആരോഗ്യ പ്രശ്നങ്ങളൊന്നും തന്നെ ഇല്ല എന്ന് ഡോക്ടർ പറയുകയാണെങ്കിൽ നേരെ കാക്കനാട് ജില്ലാ ജയിലിലേക്ക് അദ്ദേഹത്തെ കൊണ്ടുപോകും എന്നുള്ളതാണ് ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത്. അതല്ലെങ്കിൽ ആശുപത്രിയിൽ വിശ്രമം പറഞ്ഞാൽ ആ നിലയിൽ അതിനനുസരിച്ച് നീങ്ങാനാണ് ഇപ്പോൾ പോലീസ് തീരുമാനിച്ചിരിക്കുന്നത്. ഉമേഷ്, ഈ വിഷയം കോടതി പരിഗണിക്കുന്ന ഘട്ടത്തിൽ ബോബി ചെമ്മണ്ണൂരിന്റെ വാദം ഹണി റോസ് സുഹൃത്താണെന്നും 4 മാസത്തിന് മുമ്പുണ്ടായ സംഭവത്തിൽ ഇപ്പോൾ പരാതി കൊടുത്തിരിക്കുന്നത് ആസൂത്രിതമാണെന്നും അതിൽ മറ്റെന്തോ താല്പര്യമുണ്ടായിരുന്നു എന്നൊക്കെയാണ്. ഇതിനെ പ്രോസിക്യൂഷൻ ഈ വാദത്തെ എങ്ങനെയാണ് എതിർത്തത് കോടതിയിൽ? ശക്തമായ വാദപ്രതിവാദം ഇന്ന് കോടതിയിൽ ഉണ്ടായി എന്നുള്ളത് തന്നെയാണ്. ഈ ബോബി ചെമ്മണ്ണൂർ കുറ്റം ചെയ്തിട്ടില്ല എന്ന് പലകുറി ആവർത്തിക്കുകയുണ്ടായി. അത് ഒരു അശ്ലീല പരാമർശത്തിന്റെ പരിധിയിൽ വരില്ല. ആ നിലയിൽ കുറ്റം ചെയ്തിട്ടില്ല. പരാതിക്കാരി തന്നെ ആദ്യഘട്ടത്തിലൊന്നും അത്തരത്തിലുള്ള പരാതി പറഞ്ഞില്ല. ഇതുമായി ബന്ധപ്പെട്ട് വാർത്താ സമ്മേളനമൊക്കെ അന്ന് ഈ പരിപാടിക്ക് ശേഷം പിന്നീട് മാധ്യമങ്ങളെ കണ്ടപ്പോഴൊന്നും പരാതിക്കാരി അത്തരത്തിലുള്ള ആരോപണങ്ങളൊന്നും തന്നെ ഉന്നയിച്ചില്ല. അതുകൊണ്ട് ഈ കേസ് നിലനിൽക്കില്ല എന്നൊക്കെയാണ് ബോബി ചെമ്മണ്ണൂരിന്റേതായി വാദം ഉന്നയിച്ചത്. എന്നാൽ ഇതിനെല്ലാം ശക്തമായി ഇന്ന് പ്രോസിക്യൂഷൻ എതിർക്കുകയുണ്ടായി. ബോബി ചെമ്മണ്ണൂർ ചെയ്തത് കടുത്ത കുറ്റകൃത്യം തന്നെയാണ്. അത് IPC-യിലാണെങ്കിലും BNS-ലാണെങ്കിലും സ്ത്രീത്വത്തിനെ അപമാനിക്കുന്ന കുറ്റമാണ്. ഒരുപക്ഷെ IPC-യിലായിരുന്നെങ്കിലാണ് ഇത് ജാമ്യം ലഭിക്കാവുന്ന കുറ്റമായി മാറുക. പക്ഷേ BNS-ൽ അങ്ങനെയല്ല, ഇത് ജാമ്യമല്ല, കുറ്റമാണ്. ഇത് ആ പരിധിയിൽ തന്നെ വരും. അതുകൊണ്ട് ഒരു കാരണവശാലും ജാമ്യം നൽകരുത് എന്നുള്ളത് തന്നെയാണ് ശക്തമായി പ്രോസിക്യൂഷൻ വാദിച്ചത്. ഒപ്പം ഈ റിമാൻഡ് റിപ്പോർട്ടിലെ വിശദാംശങ്ങൾ സംബന്ധിച്ചും നമ്മൾ അത് നേരത്തെ പറയുകയുണ്ടായി. ബോബി വിദേശത്ത് ബിസിനസ് അടക്കം നടത്തുന്നയാളാണ്. ഈ വിദേശത്തേക്ക് ഒളിവിൽ പോകാൻ സാധ്യതയുണ്ട്, ജാമ്യം നൽകിയാൽ സാക്ഷികളെ സ്വാധീനിക്കും, തെളിവ് നശിപ്പിക്കാൻ സാധ്യതയുണ്ട്, പരാതിക്കാരിയുടെ സുരക്ഷയെ കരുതി ജാമ്യം അനുവദിക്കരുത്, പരാതിക്കാരി അപായപ്പെടുത്താൻ അടക്കം സാധ്യതയുണ്ട്, പ്രതിയുടെ പാസ്പോർട്ട് അടക്കം കസ്റ്റഡിയിൽ എടുക്കണം എന്നും ഈ റിമാൻഡ് റിപ്പോർട്ടിൽ സൂചിപ്പിച്ചിരുന്നു. ഇത്തരത്തിൽ വിശദമായി വാദം കേട്ട ശേഷം കോടതി പിന്നീട് ഭക്ഷണത്തിനായി പിരിയുകയായിരുന്നു. ഭക്ഷണശേഷമാണ്, ഉച്ചയ്ക്ക് ശേഷമാണ് പിന്നീട് ഈ കേസിൽ ഇപ്പോൾ വിധി പറഞ്ഞിരിക്കുന്നത്. ഈ വിധി വന്ന ഉടൻ തന്നെ ബോബി ചെമ്മണ്ണൂരിന് തലകറക്കം ഉണ്ടായി, ദേഹാസ്വാസ്ഥ്യം അടക്കം ഉണ്ടായി. അതിനുശേഷമാണ് ഏതാനും സമയം കോടതി മുറിയിൽ വിശ്രമിച്ച ശേഷം ഇപ്പോൾ ജനറൽ ആശുപത്രിയിലേക്ക് കൊണ്ടുപോയി. അതെ ഉമേഷ്, ഇത്തരം ഒരു കേസിൽ, ഇത്തരം മുൻപ് പരാമർശിക്കപ്പെട്ടിട്ടുള്ള പല കേസുകളിലും എന്തുകൊണ്ട് വിക്ടിം ഇത്ര കണ്ട് പരാതി കൊടുക്കാൻ വൈകിപ്പോയി, അതിന്റെ മെറിറ്റ് അവർക്ക് നഷ്ടപ്പെടുത്തുന്നതാണ് അത് എന്നുള്ള പരാമർശങ്ങൾ സോഷ്യൽ മീഡിയയിൽ ഈ കേസിലല്ല ഇതിനു മുമ്പ് പല കേസുകളിലും വിമർശിക്കപ്പെട്ടിട്ടുണ്ട്. അതിനെ പക്ഷെ കാണേണ്ടത് എത്ര കാലം മുമ്പുണ്ടായ സംഭവമാണെങ്കിലും അവരുടെ സാഹചര്യം എന്തായിരുന്നു എന്നത് പരിശോധിക്കണം, അത് പരിഗണിക്കപ്പെടണം എന്നത് നിയമത്തിന്റെ പരിധിയിൽ വരുന്ന കാര്യമാണ്. അത് ഈ കേസിലും ഉണ്ടായിട്ടുണ്ട് എന്നാണ്. എന്ന് മാത്രമല്ല 4 മാസം മുമ്പുണ്ടായ ഒരു പരാമർശത്തിന്റെ പേരിൽ മാത്രമല്ല ഹണി റോസ് പരാതി കൊടുത്തിരിക്കുന്നത്. ഈ കഴിഞ്ഞ മാസങ്ങളിലൊക്കെയും ഹണി റോസിനെ സോഷ്യൽ മീഡിയയുടെ പശ്ചാത്തലത്തിൽ പലതവണ ആക്ഷേപിച്ചിട്ടുണ്ട് ബോബി ചെമ്മണ്ണൂർ. തീർച്ചയായും അത് കോടതിയും അത് തിരിച്ചറിഞ്ഞിരിക്കുന്നു എന്നുള്ളത് തന്നെയാണ്. ഓരോ ഘട്ടത്തിലും ഈ ബോബി ചെമ്മണ്ണൂരിന് വേണ്ടി പ്രതിഭാഗം കോടതിയിൽ ഉന്നയിച്ച പ്രതിഭാഗത്തിന് വേണ്ടി വളരെ പ്രഗത്ഭനായ അഭിഭാഷകൻ അഡ്വക്കേറ്റ് B. രാമൻപിള്ളിയാണ് ഹാജരായത്. അദ്ദേഹം തന്നെയാണ് പ്രതിഭാഗം വാദം ഉന്നയിച്ചത്. ഈ ദൃശ്യങ്ങൾ വേണമെങ്കിൽ ഹാജരാക്കാം, അതിൽ തന്നെ ഈ കാര്യങ്ങൾ കോടതിക്ക് ബോധ്യമാകും എന്നൊക്കെ ചൂണ്ടിക്കാണിക്കുകയുണ്ടായി. എന്നാൽ ഈ ഘട്ടത്തിൽ അത് അനുവദിക്കരുത് എന്നുള്ളതാണ്
പ്രോസിക്യൂഷൻ ചൂണ്ടിക്കാട്ടിയത്. മാത്രമല്ല കോടതിയും ആ ദൃശ്യങ്ങൾ ഓപ്പൺ കോടതിയിൽ കാണാൻ തയ്യാറായില്ല. ഇത് ആലക്കോട്ട് നടന്ന ഒരു പരിപാടിയുടെ ദൃശ്യങ്ങളാണ്, അത് ഇപ്പോൾ കാണേണ്ടതില്ല എന്നൊരു നിലപാട് മജിസ്ട്രേറ്റും സ്വീകരിക്കുകയുണ്ടായി. ഇത് ജാമ്യം ലഭിക്കാവുന്ന കുറ്റം ആണ് എന്ന് ജാമ്യം ലഭിക്കാവുന്ന കുറ്റമാണെന്നായിരുന്നു പ്രതിഭാഗത്തിന്റെ വാദം. കാരണം കയറി പിടിച്ചിട്ടില്ല, കൈ കാണിക്കുകയാണ് ഉണ്ടായത്, കൈ പിടിക്കുകയാണ് ഉണ്ടായത്, അത്രയും ഉണ്ടായിട്ടുള്ളൂ. ഈ പരിപാടി കഴിയാറായപ്പോൾ ബോബി ചെമ്മണ്ണൂരിനെ പരാതിക്കാരി തന്നെ അഭിനന്ദിക്കുന്ന സംഭവമൊക്കെ ഉണ്ടായിട്ടുണ്ട്. മാത്രമല്ല നടിയുടെ ഫേസ്ബുക്കിൽ ഈ ദൃശ്യങ്ങളും ഫോട്ടോകളും ഒക്കെ ഉണ്ട്. അതിന്റെ ഫേസ്ബുക്ക് ലിങ്ക് അടക്കം ഹാജരാക്കുന്ന സാഹചര്യമൊക്കെ ഇന്ന് കോടതി മുറിക്കകത്ത് ഉണ്ടായി. എന്നാൽ ഇതിനെല്ലാം പിന്നീട് ആദ്യഘട്ടത്തിലാണ് ഈ പ്രതിഭാഗത്തിന്റെ വാദം കോടതി കേട്ടത്. അതിനുശേഷം പ്രോസിക്യൂഷൻ വളരെ വിശദമായ വാദം ഉന്നയിക്കുകയാണ് ഉണ്ടായത്. അത് നേരത്തെ ഞാൻ സൂചിപ്പിച്ചതുപോലെ ഇത് ജാമ്യം ലഭിക്കാവുന്ന കുറ്റമല്ല, വലിയ കുറ്റകൃത്യം തന്നെയാണ്. ജാമ്യം ഒരു ഘട്ടത്തിലും ഒരു കാരണവശാലും ജാമ്യം നൽകരുത് എന്ന് പ്രോസിക്യൂഷൻ ചൂണ്ടിക്കാട്ടി. ഒളിവിൽ പോകാനടക്കം ബോബി ചെമ്മണ്ണൂർ ഒളിവിൽ പോകാനടക്കം സാധ്യതയുണ്ട്. ഈ ഘട്ടത്തിൽ ഇത്തരത്തിൽ ജാമ്യം അനുവദിക്കുന്നത് സാക്ഷികളെ സ്വാധീനിക്കാനടക്കം വലിയ കാരണമാകും എന്ന് തന്നെയാണ് പ്രോസിക്യൂഷൻ ചൂണ്ടിക്കാട്ടിയത്. ഏതായാലും പ്രോസിക്യൂഷൻ വാദങ്ങളെല്ലാം കോടതി കണക്കിലെടുത്തു, അത് അംഗീകരിച്ചു. ഈ സാഹചര്യത്തിലാണ് ഇപ്പോൾ ബോബി ചെമ്മണ്ണൂരിന്റെ ജാമ്യാപേക്ഷ തള്ളിയത്. ബോബി ജയിലിലേക്ക് പോകണം എന്ന് തന്നെയാണ് കോടതി ഈ ഘട്ടത്തിൽ വ്യക്തമാക്കിയിരിക്കുന്നത്.